വെൽക്കം ടു സഹാരി. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ്, അതായത് നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്, അൺഓർഗനൈസ്ഡ് സ്ട്രക്ചറും ഉണ്ട്. അതായത് നമ്മുടെ ബാങ്കുകളെ പ്രവർത്തിക്കുന്ന രീതി അനുസരിച്ചും അതേപോലെ തന്നെ അതിൻ്റെ കുറേ കണ്ടീഷൻസ്, അതായത് ഇപ്പോൾ ഒരു ബാങ്ക് പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മിനിമം ആവശ്യമാണോ അല്ലെങ്കിൽ ആവശ്യമല്ലേ, അതല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് അനുസരിച്ചൊക്കെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ബാങ്കുകളെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കാവുന്നത്. ഒന്ന് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്നും രണ്ട് അൺഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്നും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുക. എങ്ങനെയൊക്കെയാ? ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ബാങ്കുകളെന്നും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ബാങ്കുകളെന്നും പറഞ്ഞ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇനി നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടറിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെന്നുണ്ടെങ്കിൽ RBI. ഓർഗനൈസ്ഡ് സെക്ടറിലെ ബാങ്കുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബാങ്കുകളുടെ എല്ലാം അപ്പെക്സ് ബാങ്ക് ആയിട്ട് വരുന്ന ബാങ്കാണ് ഏത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഓർഗനൈസ്ഡ് സെക്ടറിലെ ഏറ്റവും അപ്പെക്സ് ബാങ്ക് ആയിട്ട് നമ്മൾ വരുന്നത്. ആ ബാങ്കാണ് ബാക്കിയുള്ള ബാങ്കുകളെല്ലാം എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്. ആ ബാങ്കുകൾ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ബാങ്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ഷെഡ്യൂൾഡ് ബാങ്കുകൾ വരുന്നുണ്ട്, അതേപോലെ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ബാങ്കുകളും വരുന്നുണ്ട്. ഏതൊക്കെ ബാങ്കുകളാണ്? ഷെഡ്യൂൾഡ് ബാങ്കുകൾ, നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. നമുക്കറിയാം ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത് RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഷെഡ്യൂൾഡ് ബാങ്കുകൾ. ശ്രദ്ധിക്കുക, ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഷെഡ്യൂൾ 2-ൽ വരുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കുറെ ബാങ്കുകളുടെ പേരല്ല എഴുതി വെച്ചേക്കുന്നത്. ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്ന കുറെ കണ്ടീഷനുകളാണ്. ആ ഇപ്പം മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇത്ര വേണം, അതേപോലെ തന്നെ നമ്മുടെ RBI ആക്ട് പ്രകാരം നമ്മളാണെന്നുണ്ടെങ്കിൽ ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ ബാധകമാവുന്ന ഒരു കൂട്ടം ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഷെഡ്യൂൾഡ് ബാങ്കുകൾ. സെക്കൻഡ് ഷെഡ്യൂളിൽ വരാത്ത ബാങ്കുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് വിളിക്കാം. സോ അപ്പെക്സ് ബാങ്ക് ആയിട്ട് നമുക്ക് എന്തുണ്ട്? RBI ഉണ്ട്. നമ്മുടെ രാജ്യത്തെ ബാങ്കുകളെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്, രാജ്യത്തെ ബാങ്കുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, രാജ്യത്തെ ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്കുകളെ നമ്മൾ തരംതിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത് എന്താണ്? RBI ആക്ടിന്റെ, ശ്രദ്ധിക്കുക, RBIയുടെ അല്ല, RBI ആക്ടിനകത്താണ് ഷെഡ്യൂൾ വരുന്നത്. RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ വരുന്ന ബാങ്കുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് വിളിക്കാം. അതിൽ വരാത്ത ബാങ്കുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും വിളിക്കാം. ഇനി അതേപോലെ തന്നെയുള്ള മറ്റു ബാങ്കുകളാണ് ഡെവലപ്മെന്റ് ബാങ്കുകൾ. അതായത് ഓരോ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചില ബാങ്കുകൾ, ഇപ്പം അഗ്രികൾച്ചർ സെക്ടർ നബാർഡിനെ വെക്കുന്നു അല്ലേ, എക്സ്പോർട്ട് സെക്ടറിന് വേണ്ടിയിട്ട് എക്സിം ബാങ്കിനെ വെക്കുന്നു അല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നാബ്ഫിഡ് ബാങ്കിനെ വെക്കുന്ന പോലെ തന്നെ കുറെ ബാങ്കുകളെ വെച്ചിട്ടുണ്ട്. അത്തരം ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡെവലപ്മെന്റൽ ബാങ്കുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്ക്. സോ ശ്രദ്ധിക്കുക, നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഓർഗനൈസ്ഡ് സെക്ടർ എന്നും അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും നമ്മൾ ബാങ്കിങ് സെക്ടറിനെ എത്രയായിട്ട് തരംതിരിക്കുന്നു? രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതിൽ ഓർഗനൈസ്ഡ് സെക്ടറിലെ ബാങ്കിനെ തന്നെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ഷെഡ്യൂൾഡ് ബാങ്കുകൾ, അതേപോലെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരാത്ത നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, അതേപോലെ തന്നെ മറ്റ് ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്നും ദെൻ അൺഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്ന രണ്ടാമത്തെ തരംതിരിവിലൂടെ നമുക്ക് പഠിക്കാം. അൺഓർഗനൈസ്ഡ് പ്രധാനമായിട്ടും വരുന്ന രണ്ട് ബാങ്കുകളാണ്. ഒന്ന് ഇൻഡിജീനിയസ് ബാങ്കേഴ്സും അതേപോലെ തന്നെ മണി ലെൻഡേഴ്സും. ശ്രദ്ധിക്കുക, ആക്ച്വലി ഇവർ ബാങ്കിങ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെന്തല്ല? പ്യുവർ ബാങ്കുകളല്ല. ആലോചിക്കുക, ഓർഗനൈസ് സെക്ടറിലാണ് പ്യുവർ ബാങ്കുകൾ വരുന്നത്. അൺഓർഗനൈസ് സെക്ടറിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആവട്ടെ, മണി ലെൻഡേഴ്സ് ആവട്ടെ, ഇവരെല്ലാം ബാങ്കിങ് ബിസിനസ്സിനോട് ചേരുന്ന രീതിയിൽ ഇപ്പം എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്, വായ്പകൾ കൊടുക്കുന്നവരുണ്ട്. എന്നാൽ ഇവരെ പോലെ ഇവരെന്ത് ചെയ്യുന്നില്ല? ചെക്ക് ബുക്കുകളൊന്നും എന്ത് ചെയ്യുന്നില്ല? ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ഒരു ബാങ്കിങ് ഫംഗ്ഷനുകൾ എല്ലാം തന്നെ ആര് ചെയ്യുന്നുണ്ട്? അൺഓർഗനൈസ് സെക്ടറിലെ ബാങ്കുകളും ചെയ്യുന്നുണ്ട്. ബട്ട് അവരെന്തല്ല? ഈ പറയുന്ന RBIയുടെ റെഗുലേഷന്റെ അണ്ടറിൽ വരുന്ന, ഉദാഹരണത്തിന് മണി ലെൻഡേഴ്സ് പറയുവാണെങ്കിൽ, മണി ലെൻഡേഴ്സ് നമ്മുടെ സ്റ്റേറ്റിലെ സംസ്ഥാനങ്ങൾ ലെജിസ്ലേറ്റീവിൽ പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഇത് നമ്മുടെ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഓർഗനൈസ് സെക്ടറിലെ അപ്പെക്സ് ബാങ്ക് അല്ലെന്നുണ്ടെങ്കിൽ റെഗുലേറ്ററി ബാങ്ക് ആണ് RBI. അതേപോലെ തന്നെ ആരുണ്ട്? അൺഓർഗനൈസ് സെക്ടറിൽ ആരൊക്കെയുണ്ട്? ഇൻഡിജീനിയസ് ബാങ്കും ഉണ്ട്, മണി ലെൻഡേഴ്സും ഉണ്ട്. ഇനി
നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ഒന്നാമത്തെ തരംതിരിവായിരുന്നു നമ്മൾ എന്തെന്ന് പഠിച്ചത്, ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. സോ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഷെഡ്യൂൾഡ് ബാങ്കുകൾ എവിടെ വരുന്നതാണ്? RBI ആക്ടിന്റെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഷെഡ്യൂൾഡ് ബാങ്കുകൾ. ആ ഷെഡ്യൂൾഡ് ബാങ്കുകളെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്നും, അതേപോലെ സ്മോൾ ഫിനാൻസ് ബാങ്ക് അഥവാ SFB സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നും, അതേപോലെ തന്നെ പേയ്മെന്റ് ബാങ്ക് എന്നും, അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നും നമുക്ക് എന്തിനെ തരംതിരിക്കാം? ഷെഡ്യൂൾഡ് ബാങ്കുകളെ തരംതിരിക്കാം. ശ്രദ്ധിക്കാം, ഷെഡ്യൂൾഡ് ബാങ്കുകളെ നമ്മൾ പ്രധാനമായിട്ടും തരംതിരിക്കുന്നത് 4 ആയിട്ടാണ്. ഒന്ന്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. ശ്രദ്ധിക്കുക, എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാ ബാങ്കിങ് ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ പ്രധാനമായിട്ടും ലെൻഡ് ചെയ്യുന്നത്, വായ്പ കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിനായി. അതായത് അവർ മെജോറിറ്റി ലോണുകളും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നേ ഉള്ളൂ? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്. സോ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കാണ്, പേയ്മെന്റ് ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കാണ്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്. അതിലെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലാകെ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണുള്ളത്. ഇന്ത്യയിലാകെ 12 പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്. അതേപോലെ 21 പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വരുന്നുണ്ട്. സോ ശ്രദ്ധിക്കുക, നമുക്ക് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിനകത്ത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്തും വരുന്നുണ്ട്? പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വരുന്നുണ്ട്, ഫോറിൻ ബാങ്കുകൾ വരുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് വെളിയിൽ രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ ഇന്ത്യക്കകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോറിൻ ബാങ്ക്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫോറിൻ ബാങ്ക് ആണ് ഇത്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറിൻ ബാങ്ക് ആണ് ഇത്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്. നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഉൾപ്പെടും, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഉൾപ്പെടും, ഫോറിൻ ബാങ്കുകൾ ഉൾപ്പെടും, അതേപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ അഥവാ RRB ഉൾപ്പെടും. അതായത് RRB എന്താണ്? ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന് എക്സാമ്പിൾ ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ തരംതിരിച്ച ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നമ്മൾ പറഞ്ഞു RBIയുടെ എവിടെ വരുന്നതാണ്? സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ഷെഡ്യൂൾഡ് ബാങ്കുകളെ നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട്, ഫോറിൻ ബാങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട്, റീജിയണൽ റൂറൽ ബാങ്കുകൾ അഥവാ RRBയും എന്തിന്റെ ഭാഗത്ത് വരുന്നതാണ്? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഭാഗത്ത് വരുന്നതാണ്. ദെൻ രണ്ടാമത്തെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. നമുക്കറിയാം സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് ചെറിയ ലോണുകൾ, മൈക്രോ ഫിനാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, ലോണുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണിത് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സ്മോൾ ഫിനാൻസ് ബാങ്ക് അഥവാ SFB എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അതായത് ഷോർട്ട് ടൈമിലേക്ക് ചെറിയ ലോണുകൾ, ഷോർട്ട് ടൈമിലേക്ക് മൈക്രോ ഫിനാൻസുകൾ കൊടുക്കുന്ന, ചെറിയ ചെറിയ വായ്പകൾ കൊടുക്കുന്ന നമ്മുടെ ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്മോൾ ഫിനാൻസ് ബാങ്ക്. എന്നാൽ ഡെപ്പോസിറ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും 2 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും വായ്പകൾ കൊടുക്കാത്തതുമായിട്ടുള്ള ഒരു ബാങ്കിനെ വിളിക്കുന്ന പേരാണ് പേയ്മെന്റ് ബാങ്കുകൾ. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പേയ്മെന്റ് ബാങ്കുകൾ. ശ്രദ്ധിക്കുക, സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്, പേയ്മെന്റ് ബാങ്കുകളുണ്ട്, അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. നമുക്കറിയാം ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ 2 ബാങ്കുകളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, നമ്മുടെ കേരളത്തിലെ നമ്മുടെ കേരള ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഷെഡ്യൂൾഡ് ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്തായിട്ടുണ്ട്? ഷെഡ്യൂൾഡ് ആയിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ സ്ട്രക്ചർ. അതായത് ഷെഡ്യൂൾഡ് ബാങ്കുകളെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്, വായ്പകൾ കൊടുക്കാത്ത ഡെപ്പോസിറ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന പേയ്മെന്റ് ബാങ്കുകളുണ്ട്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. അതിലെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ വരാം, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വരാം, ഫോറിൻ ബാങ്കുകൾ വരാം, റീജിയണൽ റൂറൽ ബാങ്കുകൾ അഥവാ RRB വരാം, അതേപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, പേയ്മെന്റ് ബാങ്ക് ഉണ്ട്. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കിൽ ആരൊക്കെ വരാം? ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കും. നമുക്കറിയാം ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. ശ്രദ്ധിക്കുക, പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്നും എന്തിനെ അറിയപ്പെടും? അർബൻ ബാങ്കിനെ അറിയപ്പെടും. പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ഇത്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ഡെവലപ്മെന്റ് ബാങ്ക്. നമുക്കറിയാം നമ്മളിപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ പഠിച്ചു. ഷെഡ്യൂൾഡ് ബാങ്കുകൾ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളാണ്. അതിൽ വരാത്ത ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. ദെൻ മൂന്നാമത്തെ ഒരു കാറ്റഗറി ആയിരുന്നു നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. സോ ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത് ഒന്ന്
ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഓരോ ഏരിയയുടെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ബാങ്കുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഡെവലപ്മെന്റ് ബാങ്കുകൾ. അവർ അപ്പെക്സ് ബാങ്കുകളായിരിക്കും. സോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി വരുന്ന ബാങ്കുകളുണ്ട്, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടി വരുന്ന ബാങ്കുകളുണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെവലപ്മെന്റിന് വേണ്ടി വരുന്ന ബാങ്കുകളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി വരുന്ന ബാങ്കുകളുണ്ട്, സെക്ടർ സ്പെസിഫിക് ബാങ്കുകളുണ്ട്. സോ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയ സ്പെസിഫൈ ചെയ്ത് ആ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്. സോ ഇതെല്ലാം ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ബാങ്കുകളാണ്. സോ ഇതിനകത്തെല്ലാം വിവിധ ബാങ്കുകൾ വരും. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും സ്പെസിഫിക് ബാങ്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ടർ സ്പെസിഫിക് ബാങ്കുകളുണ്ട്. ഇതിനകത്ത് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ബാങ്കുകളാണ് IDBI. പ്രധാനപ്പെട്ട ബാങ്കുകളാണ് IDBI. ശ്രദ്ധിക്കുക, IDBI എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയിരുന്നു. എന്നാൽ ഇന്ന് അതൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. കാരണം IDBIയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് LIC ആയിരുന്നു. LIC പ്രൈവറ്റലൈസ് ചെയ്തപ്പോഴത്തേക്ക് IDBIയും എന്ത് ചെയ്തു? പ്രൈവറ്റലൈസ് ചെയ്തു. അതേപോലെ തന്നെ IFCI ഉണ്ട്, അതേപോലെ സിഡ്ബി ഉണ്ട്. നമുക്കറിയാം IDBIയുടെ സബ്സിഡിയറി ആണ് ആര്? സിഡ്ബി. IDBIയുടെ സബ്സിഡിയറി ആണ് ആര്? സിഡ്ബി. സോ ശ്രദ്ധിക്കുക, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കുകളായിട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 3 ബാങ്കുകളാണ് IDBI, IFCI, അതേപോലെ തന്നെ സിഡ്ബി. നമുക്കറിയാം IDBIയുടെ സബ്സിഡിയറി ആണ് ആര്? സിഡ്ബി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അപ്പെക്സ് ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് നബാർഡ്. നമുക്കറിയാം നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ഇത് നബാർഡ്. നമുക്കറിയാം നേഷൻസ് ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് RBI ആണ്. എന്നാൽ നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ഇത് നബാർഡ്. അതിന്റെ പർപ്പസ് നമുക്കറിയാം അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അതായത് നബാർഡ് മീൻസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ശ്രദ്ധിക്കുക, ഇതിന്റെ പ്രധാന പ്രവർത്തന ഏരിയ എന്ന് പറയുന്ന ഒന്ന് അഗ്രികൾച്ചർ സെക്ടർ ആണ്, 2 റൂറൽ ഡെവലപ്മെന്റ് ആണ്. സോ അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ടും റൂറൽ ഡെവലപ്മെന്റിനും പ്രവർത്തിക്കുന്ന അപ്പെക്സ് ബാങ്ക് ആണ് ഇത് നബാർഡ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്ക് ആണ് എക്സിം ബാങ്ക് അഥവാ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് NHB ഉണ്ട്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഉണ്ട്. അതേപോലെ തന്നെ നാബ് ഫിഡ് ഉണ്ട് കേട്ടോ, നാബ് ഫിഡ്. ശ്രദ്ധിക്കുക, നാബ് ഫിഡ് എന്ന് പറയുന്നത് NABFID, നാബ് ഫിഡ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. സോ നാഷണൽ ഹൗസിംഗ് ബാങ്ക്, നാബ് ഫിഡ്, അതേപോലെ തന്നെ കുറെ സെക്ടർ സ്പെസിഫിക് ബാങ്കുകളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ബാങ്കുകളുണ്ട്. സോ ശ്രദ്ധിക്കുക, ഡെവലപ്മെന്റ് ബാങ്കുകളെ പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കുകളുണ്ട്. അതിനകത്ത് IDBI ഉണ്ട്, IDBIയുടെ സബ്സിഡി ആയിട്ട് വരുന്ന സിഡ്ബി ഉണ്ട്, അതേപോലെ IFC ഉണ്ട്. അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് നമുക്കറിയാം ഏറ്റവും അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? നബാർഡ് ആണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് എക്സിം ബാങ്ക് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടി നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഉണ്ട്. അതേപോലെ തന്നെ നാബ് ഫിഡ് ഉണ്ട്. അതേപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ബാങ്കുകൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ ഡെവലപ്മെന്റ് ബാങ്കുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനകത്ത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഷെഡ്യൂൾഡ് ബാങ്കുകൾ. ശ്രദ്ധിക്കുക, RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരികയും അതേപോലെ തന്നെ ഇതിന്റെ കണ്ടീഷൻസ് പറയുന്നത് സെക്ഷൻ 42 സബ്സെഷൻ 6 സബ്സെഷൻ എയിലാണ്. RBI ആക്ടിന്റെ 42 സബ്സെഷൻ 6 സബ്സെഷൻ എയിൽ പറയുന്ന കുറെ കണ്ടീഷൻ, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മിനിമം 5 ലക്ഷം രൂപ വേണം. RBIയുടെ ക്രൈറ്റീരിയ അനുസരിച്ചാണെങ്കിൽ RBIയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡെയിലി ബേസിൽ എന്ത് ചെയ്യണം? CRR വെക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ കണ്ടീഷനുകളുണ്ട്. ആ കണ്ടീഷൻ മൊത്തം പറയുന്നത് ഇതിന്റെ ആക്ടിലാണ്. ആക്ടിൽ എവിടെ പറയുന്നത്? 42 സബ്സെഷൻ 6 സബ്സെഷൻ എയിലാണ് അതിന്റെ കണ്ടീഷൻസ് പറയുന്നത്. സോ ശ്രദ്ധിക്കുക, ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് വൺ വിച്ച് ഈസ് രജിസ്ട്രേഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾഡ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. 1934 RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഷെഡ്യൂൾഡ് ബാങ്കുകൾ. അവിടെ ബാങ്കുകളുടെ പേരല്ല എഴുതുന്നത്, അത് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാങ്കുകളാണ്. Then scheduled banks RBI include only those banks in India which satisfy the criteria laid down by sections 42 subsection 6 subsection A of the act. അതായത് RBI ആക്ടിന്റെ സെക്ഷൻ 42 സബ്സെഷൻ 6 സബ്സെഷൻ A പ്രകാരം ഈ പറയുന്ന കുറെ ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ പറഞ്ഞു അതിലെ ചില ക്രൈറ്റീരിയകളാണ്. ഒന്ന് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതിലെ ഒന്നാണ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര വേണം, അതേപോലെ തന്നെ ഇവർ CRR വെച്ചിരിക്കണം, ക്യാഷ് റേഷ്യോ വെച്ചിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറെ കണ്ടീഷനുകളുണ്ട്. ആ കണ്ടീഷൻ അനുസരിച്ച്
പ്രവർത്തിക്കുന്ന ബാങ്കുകൾ, അതായത് 42 സബ്സെഷൻ 6 സബ്സെഷൻ എ പ്രകാരം RBI ആക്ടിന്റെ ഈ ഒരു സെക്ഷൻ പ്രകാരമുള്ള ക്രൈറ്റീരിയ അനുസരിച്ച് പ്രവർത്തിക്കുകയും RBIയുടെ സെക്കൻഡ് ഷെഡ്യൂൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്യുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഷെഡ്യൂൾഡ് ബാങ്ക്. എന്നാൽ ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. ശ്രദ്ധിക്കുക, ഓൾ ബാങ്ക് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ RBI ആക്ട് 1934 ആർ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. അതായത് RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ബാങ്കുകളെ, അതായത് RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ. ദേ ആർ നോട്ട് എലിജിബിൾ ടു ബോറോ ഫ്രം ദ RBI ഫോർ നോർമൽ ബാങ്കിങ് പർപ്പസ് എക്സെപ്റ്റ് ഫോർ എമർജൻസീസ്. അതായത് എമർജൻസി സിറ്റുവേഷനുകളിൽ അല്ലാതെ RBIയിൽ നിന്ന് ബോറോ ചെയ്യാൻ, പണം വായ്പ എടുക്കുവാൻ ആർക്ക് അനുവാദം കൊടുക്കില്ല? നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് അനുവാദം കൊടുക്കില്ല. നമുക്കറിയാം, എമർജൻസി ലോണുകളൊക്കെ, ഓവർനൈറ്റ് ലോണുകളൊക്കെ RBI കൊടുക്കാറുണ്ട്. അതായത് ഈ ബാങ്കിന്റെയും NDR ആവുന്ന സമയത്ത് ഡെഫിസിറ്റ് ഉണ്ട് എങ്കിൽ എമർജൻസി ലോണുകൾ മിനിമം 1 കോടി രൂപ അതിന് മേലോട്ടോ ആയിട്ട് ആര് കൊടുക്കാറുണ്ട്? RBI ബാങ്കുകൾക്ക് കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള എമർജൻസി ലോണുകൾ ആർക്ക് എടുക്കാം? നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് എടുക്കാം. അതല്ലാതെ ഒരു നോൺ ഷെഡ്യൂൾഡ് ബാങ്കിന് എന്തിനുള്ള എലിജിബിലിറ്റി ഇല്ല? നോർമലി ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് എപ്പോഴും വായ്പ എടുക്കുന്നത് പോലെ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് RBIയിൽ നിന്നും എന്തെടുക്കാൻ സാധ്യമല്ല? വായ്പ എടുക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് ആരറിയപ്പെടുന്നത്? RBI അറിയപ്പെടുന്നത്. കാരണം ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് ഫംഗ്ഷൻ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? RBI ആണ്. എന്നാൽ ആ RBIയുടെ ഫംഗ്ഷൻസിനകത്തെ ബോറോ ചെയ്യുക എന്ന് പറയുന്ന ഒരു എലിജിബിലിറ്റി നോർമലി ആർക്ക് കൊടുക്കുന്നില്ല? നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് കൊടുക്കുന്നില്ല. എന്നാൽ എമർജൻസി സിറ്റുവേഷൻ ആണ് എങ്കിൽ, ഓവർനൈറ്റ് ലോണുകളൊക്കെ എടുക്കേണ്ട എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ അത്തരത്തിലുള്ള ലോണുകൾ ആർക്ക് കൊടുക്കും? നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് കൊടുക്കും. സോ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കുള്ള എല്ലാ പ്രിവിലേജസും ആർക്ക് ലഭിക്കില്ല? നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ലഭിക്കുന്നതല്ല. ദെൻ നമുക്കറിയാം, ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈവറ്റ് ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പബ്ലിക് സെക്ടർ ബാങ്ക് നമുക്ക് ആ പേരിൽ നിന്ന് അറിയാം, ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിൽ വരുന്ന ബാങ്കുകളെ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്റ്റേക്ക് ഹോൾഡർ ഉള്ള ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പബ്ലിക് സെക്ടർ ബാങ്ക്. സോ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക് വിച്ച് ആർ ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ്. നമുക്കറിയാം, അതായത് ഓൺ ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ, അതായത് ആ ഒരു ബാങ്കിന്റെ ഷെയറിന്റെ 51% അതിൽ കൂടുതലോ അല്ലെങ്കിൽ മൊത്തമായിട്ടോ ആർക്കാണെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കുകളെ വിളിക്കുന്ന പേരാണെന്ത്? പബ്ലിക് സെക്ടർ ബാങ്ക്. അതായത് പൊതുമേഖലാ ബാങ്കുകൾ എന്ന് വിളിക്കും. ഓൾ ദ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക് ആർ പബ്ലിക് സെക്ടർ ബാങ്ക്. രാജ്യത്തെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും, അതായത് നമുക്കറിയാം നാഷണലൈസ് എന്ന് വെച്ചാൽ ദേശസാൽക്കരിച്ച ബാങ്കുകളാണ്. ഓക്കെ, ആ ദേശസാൽക്കരിച്ച ബാങ്കുകളിൽ കുറെ എണ്ണം മെർജ് ചെയ്തു പോയി. മെർജറിനും എല്ലാത്തിനും ശേഷം ഇപ്പൊ ആകെ 12 ബാങ്കുകളാണ് പബ്ലിക് സെക്ടറിലുള്ളത്. സോ അത്തരത്തിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ, അതേപോലെ റീജിയണൽ റൂറൽ ബാങ്കുകൾ അഥവാ RRB. നമുക്കറിയാം, RRBയുടെ 50% ക്യാപിറ്റൽ സെൻട്രൽ ഗവൺമെന്റും 15% ക്യാപിറ്റൽ സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് ഇടുന്നത്. 35% ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആരാണ് ഇടുന്നത്? അതിന്റെ സ്പോൺസർ ബാങ്ക് ആണ് കേട്ടോ. സ്പോൺസർ ബാങ്കുകൾ പബ്ലിക് സെക്ടർ ബാങ്കുകളാണെങ്കിൽ അതും പിന്നെയും ഗവൺമെന്റ് തന്നെ ക്യാപിറ്റൽ ആയിട്ടാണ് വരുന്നത്. സോ ശ്രദ്ധിക്കുക, 50%, 15%, അങ്ങനെ 65% നേരിട്ട് ഗവൺമെന്റ് പാർട്ടിസിപ്പേഷനും 35% ഏതെങ്കിലും ഒരു സ്പോൺസർ ബാങ്കിന്റെ പാർട്ടിസിപ്പേഷനിലും വരുന്ന റീജിയണൽ റൂറൽ ബാങ്കും ഏതിൽ വരുന്നതാണ്? പബ്ലിക് സെക്ടർ ബാങ്കുകൾ വരുന്നതാണ്. കാരണം അതിന്റെ മെജോറിറ്റി ഷെയർ ഹോൾഡറും ആരാണ്? ഗവൺമെന്റ് തന്നെയാണ്. ഇനി 35% സ്പോൺസർ ബാങ്ക് വരുമെങ്കിലും ഈ 35% വരുന്ന സ്പോൺസർ ബാങ്കുകൾ മിക്കതും എന്താണ്? എല്ലാം എന്താണ്? പബ്ലിക് സെക്ടറിൽ വരുന്ന ബാങ്കുകളാണ്. ഓൾമോസ്റ്റ് 100% ആരുടെ കയ്യിൽ തന്നെയാണ് ഷെയർ ഹോൾഡിങ്? ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണെന്ന് പറയാം. സോ ശ്രദ്ധിക്കുക, പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് അതിന്റെ ഓണർഷിപ്പ്, മാനേജ്മെന്റ് എല്ലാം ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. എന്നാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണെങ്കിൽ ഇത് പ്രൈവറ്റ് പാർട്ടീസ് ഓൺ ചെയ്തിരിക്കുന്ന ബാങ്കുകളായിരിക്കും. സോ ശ്രദ്ധിക്കുക, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് are those banks which are owned, managed and controlled by the private individuals or corporate, not by government. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയോ ഓൺ ചെയ്തിരിക്കുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടിടത്തും
കൺട്രോൾഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അതിന്റെ മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ. അതായത് ഇവിടെ കൺട്രോൾഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ബാങ്കിന്റെ മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള മീനിങ്ങിൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്കറിയാം ഒരു രാജ്യത്തെ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും RBI ആണ്. രാജ്യത്തെ ഏത് ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? RBI ആണ്. അതിന്റെ മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആണെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്. അതിന്റെ മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വലോ കോർപ്പറേറ്റ് കമ്പനികളോ ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്നും വിളിക്കാം. ദെൻ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് ആർ എക്സാമ്പിൾസ് ഓഫ് ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. നമുക്കറിയാം ഇതെല്ലാം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് ഉദാഹരണം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് നിലവിൽ ആരാണ്? HDFC ആണ്. നമുക്കറിയാം HDFCക്ക് മുമ്പ് ഇതാരായിരുന്നു? ICICI ബാങ്ക് ആയിരുന്നു. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് HDFC ബാങ്ക്. ആ HDFC ബാങ്ക് ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ആവുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിരുന്നു ആര്? ICICI ബാങ്ക്. സോ ലിബറലൈസേഷൻ ഓഫ് ബാങ്കിങ് സെക്ടർ ഇൻ 1991 ന്യൂ എക്കണോമിക് പോളിസി ഹാസ് ലെഡ് ദ ഫോർമുലേഷൻ ഓഫ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പോപ്പുലർലി നോൺ ആസ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ. ശ്രദ്ധിക്കുക, HDFC ഒക്കെ നമ്മുടെ എന്തിന് ഉദാഹരണമാണ്? ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അതായത് 1991 ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമുക്കറിയാം 1991 ഒരു ന്യൂ എക്കണോമിക് പോളിസി വന്നു. ആ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഇമ്പാക്റ്റ് ആയിരുന്നു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രൈവറ്റ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്ന പരിപാടി ആര് നിർത്തി? ഗവൺമെന്റ് നിർത്തി. പ്രൈവറ്റ് ബാങ്കുകളെ എന്ത് ചെയ്യാൻ തുടങ്ങി? എൻകറേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്ന പ്രൈവറ്റ് ബാങ്കുകളുടെ ഒരു കാറ്റഗറിയാണ് ന്യൂ ജനറേഷൻ ബാങ്ക്. അങ്ങനെ വന്ന പ്രൈവറ്റ് ബാങ്കുകളുടെ ഒരു കാറ്റഗറിയാണ് ന്യൂ ജനറേഷൻ ബാങ്ക്. അതിനൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഈ ബാങ്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കണം. അതായത് മൊത്തത്തിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കേണ്ട കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള ബാങ്കുകൾ. അതായത് 1991 ലിബറലൈസേഷന് ശേഷം വന്നതും എന്നാൽ പൂർണ്ണമായും ടോട്ടലി ഓട്ടോമേഷനിലൂടെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂ ജനറേഷൻ ബാങ്ക്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂ ജനറേഷൻ ബാങ്ക്. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് ഇൻഡസ് ലാൻഡ് ബാങ്ക് ആണ്. ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ് ലാൻഡ് ബാങ്ക് ആണ്. സോ ശ്രദ്ധിക്കുക, പ്രൈവറ്റ് ബാങ്ക് അതേപോലെ പബ്ലിക് ബാങ്ക്. ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ളത് പബ്ലിക് ബാങ്ക് ആണ്. പ്രൈവറ്റ് പാർട്ടീസിന്റെ ഓണർഷിപ്പിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് ബാങ്ക്. ആ പ്രൈവറ്റ് ബാങ്കുകളിൽ തന്നെ 1991 ലിബറലൈസേഷൻ പോളിസിക്ക് ശേഷം വന്ന അതേപോലെ തന്നെ ടോട്ടലി ഓട്ടോമാറ്റിക് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്ന കണ്ടീഷനോട്, ഒരു പ്രീ കണ്ടീഷനോട് കൂടിയിട്ട് വന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂ ജനറേഷൻ ബാങ്ക്. ഇന്ത്യയിൽ ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്. ആദ്യം വന്ന് ഇൻഡസ് ലാൻഡ് ബാങ്ക് ഉണ്ട്, നമ്മൾ ഇവിടെ പഠിക്കുന്ന ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഇതെല്ലാം പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണ്? HDFC ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക്. അത് വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ICICI ആണ്. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി കൊണ്ടുവന്ന ബാങ്ക് ICICI ആണ്. നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി കസ്റ്റമർ ഉപയോഗിക്കാൻ കൊടുത്ത ബാങ്ക് അല്ല, അത് സിറ്റി ബാങ്ക് ആണ്. നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ആദ്യമായിട്ട് കൊണ്ടുവന്ന ബാങ്ക് ആരാന്ന് ചോദിച്ചാൽ അത് ഏത് ബാങ്കാണ്? നമ്മുടെ ICICI ബാങ്ക് ആണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ന്യൂജൻ ബാങ്ക് ആയിട്ടുള്ള ഏതാണ്? HDFC ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. ഇനി അടുത്ത കാറ്റഗറി ബാങ്കുകളാണ് ഫോറിൻ ബാങ്ക്. നമുക്കറിയാം ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിൽ രജിസ്റ്റർ ചെയ്യുകയും നമ്മുടെ രാജ്യത്തിന് വെളിയിൽ രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? foreign bank. So foreign bank are those bank registered in a foreign country and have their head office in foreign country and have a branch in India. അതായത് ഇന്ത്യയിൽ ബ്രാഞ്ച് ഉണ്ടായിരിക്കുന്ന എന്നാൽ വിദേശ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസ് ഒക്കെ ഉള്ള ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫോറിൻ ബാങ്ക്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറിൻ ബാങ്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്. ശ്രദ്ധിക്കുക, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറിൻ ബാങ്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്. സോ നമ്മൾ 3 കാറ്റഗറിയിലും പഠിച്ചായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കും ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കും SBI ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കും എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് HDFC ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരുപാട് ഫോറിൻ ബാങ്കുകൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ATM കൊണ്ടുവന്ന HSBC ബാങ്കുകൾ പോലെയുള്ള ബാങ്കുകൾ, സോ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് പോലെയുള്ള വലിയ ബാങ്കുകൾ, ഇതെല്ലാം എന്ത്
ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. സോ നമുക്ക് ബാങ്കുകളെ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് തരംതിരിക്കാം, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് തരംതിരിക്കാം, ഫോറിൻ ബാങ്കുകൾ എന്നും അതിനെ നമുക്ക് എന്ത് ചെയ്യാം? തരംതിരിക്കാം. ഇനി പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഉണ്ടാവേണ്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, public sector banks in India are financial institution where the government hold a majority share. നമുക്കറിയാം ഗവൺമെന്റിന് മെജോറിറ്റി ഷെയർ വേണം. മെജോറിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 51% ഷെയർ എങ്കിലും, അതായത് മിനിമം 51% ഷെയർ എങ്കിലും, ആകെ ഷെയർ ക്യാപിറ്റലിന്റെ 51% ഷെയർ എങ്കിലും ആര് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗവൺമെന്റ് ബാങ്കുകൾ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ. സോ മേക്കിംഗ് ദം എസെൻഷ്യലി ഗവൺമെന്റ് കൺട്രോൾഡ്. സോ ശ്രദ്ധിക്കുക, പൂർണ്ണമായും ഗവൺമെന്റ് കൺട്രോളിലേക്ക് വരുന്ന രീതിയിലുള്ള, ഗവൺമെന്റിന് 51% കുറയാതെ, അറ്റ്ലീസ്റ്റ് 51%, അതിൽ കൂടിയാലും കുഴപ്പമില്ല, പൂർണ്ണമായാലും കുഴപ്പമില്ല, ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ മിനിമം എത്രയുണ്ടായിരിക്കണം? 51% വേണ്ടുന്ന, മിനിമം 51% വേണ്ടുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പബ്ലിക് സെക്ടർ ബാങ്കുകൾ. Then it offer banking service to the public and actively supporting government initiative like Jan Dhan Yojana and Mudra Yojana. ശ്രദ്ധിക്കുക, ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിലൂടെയാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ചില സാമൂഹ്യ സേവനങ്ങളായിട്ടുള്ള ചില എക്കണോമിക്കലി ബെനിഫിറ്റ് നൽകുന്ന സ്കീമുകൾ ആദ്യമായിട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ 2 എക്സാമ്പിളാണ്. ഒന്ന് ജൻധൻ യോജന. നമുക്കറിയാം ജൻധൻ യോജന എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജനയാണ്. അതായത് സീറോ ബാലൻസിൽ അക്കൗണ്ട് തുടങ്ങാൻ കഴിയുന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടുകളെ വിളിക്കുന്ന പേരാണെന്ത്? ജൻധൻ അക്കൗണ്ട്. മുദ്ര എന്ന് പറയുന്നത് നമുക്ക് മൈക്രോ ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈക്രോ ലോണുകൾ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ മൈക്രോ ലോണുകൾക്ക് റീഫിനാൻസ് നൽകുന്ന ഏജൻസിയാണ് മുദ്ര. മൈക്രോ ഫിനാൻസിന് റീഫിനാൻസ് നൽകുന്ന ഏജൻസിയാണ് ആര്? മുദ്ര. സോ ശ്രദ്ധിക്കുക, ജൻധൻ യോജന അക്കൗണ്ടുകൾ അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണെന്ത്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ പറഞ്ഞാൽ, അല്ലാതെ പറഞ്ഞാൽ എല്ലാവരിലേക്കും ഫിനാൻഷ്യൽ സർവീസ് എത്തിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നമ്മുടെ ബാങ്കിങ്ങിൽ വരുമ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരിലേക്ക് ബാങ്ക് അക്കൗണ്ട് എത്തിക്കുക. ദെൻ മുദ്ര യോജന എന്ന് പറയുന്നത് മൈക്രോ ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് ലോൺ കൊടുക്കുക. നേരത്തെ 10 ലക്ഷം രൂപ വരെയുള്ള ലോണുകളായിരുന്നു കൊടുക്കുന്നതെങ്കിൽ ഇന്ന് മുദ്ര പ്ലസ് എന്ന് പറയുന്ന ഒരു സ്കീം പ്രകാരം 20 ലക്ഷം രൂപ വരെ മൈക്രോ ലോണുകളായിട്ട് കൊടുക്കുന്നുണ്ട്. ഏത് സ്കീം പ്രകാരം? മുദ്ര യോജന പ്രകാരം. അത് മൈക്രോ യൂണിറ്റുകളുടെ ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി, മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി, അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇത് മുദ്ര എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള സ്കീമുകളെല്ലാം പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ബാങ്കുകൾ ഏതാണ്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ബാങ്കുകൾ ഏതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാങ്കുകളാണ് ഇത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ. ഇനി ഇന്ത്യയിലെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും, ഓൾ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക് ആർ പബ്ലിക് സെക്ടർ ബാങ്ക്. അതായത് ഇന്ത്യയിലെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും നമുക്കറിയാം 2 ഘട്ടമായിട്ട് നമ്മൾ രാജ്യത്ത് നാഷണലൈസേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന് മുമ്പിട്ടായിട്ട് നമുക്ക് SBIയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ RBIയെയും നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. SBI നമ്മൾ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്, പഴയ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത് കൊണ്ടുവന്നെയാണ്. ദെൻ അതേപോലെ തന്നെ നമ്മൾ RBI നാഷണലൈസ് ചെയ്തിട്ടുണ്ട് 49. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന 2 ഘട്ടമായിട്ട് 69 80 2 ഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ പ്രൈവറ്റ് ബാങ്കുകളെ കൂടി നാഷണൽ, അത്തരത്തിൽ വന്ന എല്ലാ ബാങ്കുകളും, സോ നാഷണലൈസ് ചെയ്ത് വന്ന എല്ലാ ബാങ്കുകളും എന്താണ്? നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അതേപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ അഥവാ RRB എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഷെയർ ഹോൾഡിങ്ങോട് കൂടിയിട്ട് ഒരു സംസ്ഥാനത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന, റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്ക്. സോ റീജിയണൽ റൂറൽ ബാങ്കുകളും എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും ഏത് കാറ്റഗറി വരുന്ന ബാങ്കുകളാണ്? പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇവരെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആണ്. നമ്മുടെ April 1, 2024 കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ എത്ര പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ, ആകെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 12 പബ്ലിക് സെക്ടർ ബാങ്കാണ്. അതിൽ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് SBI അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് ഇത്
വന്നിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ പഴയ ഇമ്പീരിയൽ ബാങ്ക് ആണ് പിന്നീട് എന്തായി മാറിയത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത് SBI ആക്ടിന്റെ ബലത്തിൽ. സോ SBI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക്. നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത് മുംബൈയിലാണ്. നമുക്കറിയാം ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അവസാനിക്കുന്ന എല്ലാ ബാങ്കുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന എവിടെയാണ്? മുംബൈയിലാണ്. സോ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന മുംബൈയിലാണ്. ഇനി രണ്ടാമത്തെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡ ഹെഡ് ക്വാർട്ടേഴ്സ് വഡോദരയാണ്. ദെൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പൂനെയാണ്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ. ഞാൻ പറഞ്ഞു ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും? മുംബൈയിലായിരിക്കും. ദെൻ അതേപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, നമുക്കറിയാം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയാണ്. ഓരോന്നിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദെൻ കാനറ ബാങ്ക് ഉണ്ട്. കാനറ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. ഇന്ത്യൻ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യൻ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെയും ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. ഇന്ത്യൻ ബാങ്കിന്റെയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെയും ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ദെൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, നമുക്കറിയാം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അവസാനിക്കുന്നത് കൊണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ദെൻ യൂക്കോ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയാണ്. ദെൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് ഡൽഹിയിലാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിലെല്ലാം അവസാനിക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ദെൻ എക്സ്ട്രാ വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ കാനറ ബാങ്ക് അറിഞ്ഞിരിക്കുക. കാനറ ബാങ്കിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ദെൻ ഇന്ത്യൻ ബാങ്കിന്റെയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. ദെൻ യൂക്കോ ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ദെൻ ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വഡോദരയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? പൂനെയാണ്. ഇത്രയുമുള്ള 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് എവിടെ ഉള്ളത്? കറന്റ്ലി ഇന്ത്യയിലുള്ളത്. സോ കറന്റ്ലി ഇന്ത്യയിൽ ആകെ വർക്ക് ചെയ്യുന്ന പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. അതിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സോ നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഒന്നൊന്നായിട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത്. നമുക്കറിയാം ബാങ്ക് ഓഫ് ബറോഡ എസ്റ്റാബ്ലിഷ് ചെയ്തത് 20th ജൂലൈ 1908 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് വഡോദര, ഗുജറാത്തിലെ വഡോദരയാണ്. ഓക്കെ, സോ ഈ ബാങ്ക് നാഷണലൈസ് ചെയ്ത് നമുക്കറിയാം ആദ്യമായിട്ട് ഈ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്. എന്നാൽ 1969 50 കോടിയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ള 50 കോടിയോ അതിൽ കൂടുതലോ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കുകളെ നാഷണലൈസ് ചെയ്തപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇന്ത്യയെ നാഷണലൈസ് ചെയ്ത ഒരു ബാങ്കുകളിൽ ഒന്നായിരുന്നു എന്ത്? ബാങ്ക് ഓഫ് ബറോഡ. അതായത് ഗുജറാത്തിലെ വഡോദര ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ 1969 ജൂലൈ 19 എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്ത ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു. നാഷണലൈസ് ചെയ്ത ബാങ്കാണ്. ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യാസ് ഇന്റർനാഷണൽ ബാങ്ക്. ഇന്ത്യാസ് ഇന്റർനാഷണൽ ബാങ്ക് എന്നാണ് എന്തിന്റെ ടാഗ് ലൈൻ? നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ ടാഗ് ലൈൻ. മറന്നു പോകാതിരിക്കുക. ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത് ഗുജറാത്തിലെ വഡോദര ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. ആദ്യം ഇതെന്തായിരുന്നു? ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു. ഇതിനെ ആദ്യഘട്ട നാഷണലൈസേഷൻ തന്നെ 1969 തന്നെ എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 20th ജൂലൈ 1908 ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യാസ് ഇന്റർനാഷണൽ ബാങ്ക് എന്നാണ്. ദെൻ രണ്ടാമത്തെ ഒരു ബാങ്ക് ആണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. നമുക്കറിയാം പൂനെയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് ഇത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. സോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എസ്റ്റാബ്ലിഷ് ചെയ്ത് 16th സെപ്റ്റംബർ 1935. 16th സെപ്റ്റംബർ 1935 ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് പൂനെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പൂനെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് നാഷണലൈസ് ചെയ്ത് ശ്രദ്ധിക്കുക. ആദ്യഘട്ടത്തിൽ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒപ്പം തന്നെ നാഷണലൈസ് ചെയ്ത മറ്റൊരു ബാങ്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. സോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നാഷണലൈസ് ഡേറ്റ് എന്നാണ് 19th ജൂലൈ 1969. ഇന്ത്യയിലെ ആദ്യഘട്ട നാഷണലൈസേഷൻ നടന്ന ഡേറ്റ് ആണ് 1969 ജൂലൈ 19. അന്ന് തന്നെ നാഷണലൈസ് ചെയ്ത ബാങ്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും ബാങ്ക് ഓഫ് ബറോഡയും. സോ ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ടാഗ് ലൈൻ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് വൺ ഫാമിലി വൺ ബാങ്ക്. ശ്രദ്ധിക്കുക, വൺ ഫാമിലി വൺ ബാങ്ക്. നമുക്കറിയാം ഇന്ത്യാസ് ഇന്റർനാഷണൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ ആണെങ്കിൽ വൺ ഫാമിലി വൺ ബാങ്ക് എന്ന് പറയുന്ന ആരുടെ ടാഗ് ലൈൻ ആണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ടാഗ് ലൈൻ ആണ്.
ദെൻ അടുത്ത പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 7th ജൂലൈ 1969 ബാങ്ക് ഓഫ് ഇന്ത്യയും ആദ്യഘട്ടത്തിൽ നാഷണലൈസ് ചെയ്ത ബാങ്കാണ്. ശ്രദ്ധിക്കുക, ആദ്യഘട്ട നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ 1969 1969 ജൂലൈ 19 നാഷണലൈസ് ചെയ്ത ബാങ്കാണ്. നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ പോലെ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പോലെ ആദ്യഘട്ടത്തിൽ നാഷണലൈസ് ചെയ്തൊരു ബാങ്ക് തന്നെയാണ് ഇത് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായതുകൊണ്ട് തന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമുക്കറിയാം, മുംബൈ ആണ്. മുംബൈയിലെ ബന്ദ്ര കുർള കോംപ്ലക്സ് ആണ് എന്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ടാഗ് ലൈൻ, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് എന്നാണ്. അതായത് റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് എന്നാണ് എന്തിന്റെ ടാഗ് ലൈൻ, നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻ. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഫസ്റ്റ് ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് വെളിയിൽ ബ്രാഞ്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ആണ് ഇത് ബാങ്ക് ഓഫ് ഇന്ത്യ. ശ്രദ്ധിക്കുക, മുംബൈയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് എന്ന ടാഗ് ലൈൻ വന്ന റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് എന്ന ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ള ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിൽ എവിടെ, ലണ്ടനിൽ, ഇന്ത്യക്ക് വെളിയിൽ എവിടെ, ലണ്ടനിൽ 1946 ഒരു ബ്രാഞ്ച് തുടങ്ങിയ ബാങ്ക് ആണ് ഇത് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ബാങ്ക് ആണ് കാനറ ബാങ്ക്. അടുത്ത ഇമ്പോർട്ടന്റ് ബാങ്ക് ആണ് ഇത് കാനറ ബാങ്ക്. കാനറ ബാങ്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് ആണ് ഇത് കാനറ ബാങ്ക് എന്ന് പറയുന്നത്. സോ കാനറ ബാങ്ക് ഫൗണ്ട് ചെയ്തത് 1 ജൂലൈ 1906 നാഷണലൈസേഷൻ സംഭവിച്ചത് 19th ജൂലൈ 1969 ആദ്യഘട്ട നാഷണലൈസേഷന്റെ ടൈമിൽ നമ്മൾക്ക് നാഷണലൈസ് ചെയ്ത ബാങ്കുകൾ തന്നെയാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതെല്ലാം. സോ ശ്രദ്ധിക്കാം, കാനറ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1 ജൂലൈ 1906 ഇത് 1969 ആദ്യഘട്ട നാഷണലൈസേഷൻ നമ്മൾ ഇതുവരെ പഠിച്ച ബാങ്കുകളുടെ കൂട്ടം തന്നെ ഈ പറയുന്ന കാനറ ബാങ്കും ആദ്യഘട്ട നാഷണലൈസേഷന് വിധേയമായിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരു ആണ്. ഇതിന്റെ ടാഗ് ലൈൻ ടുഗദർ വി ക്യാൻ എന്നാണ്. ഇതിന്റെ ടാഗ് ലൈൻ എന്താണ്, ടുഗദർ വി ക്യാൻ എന്നാണ്. നമ്മുടെ കാനറ ബാങ്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, നമ്മുടെ കാനറ ബാങ്ക് ആണ്. നമുക്കറിയാം കാനറ ബാങ്കിന് ഒരു ടോട്ടലി ഡിജിറ്റലൈസ്ഡ് ബ്രാഞ്ച് ഉണ്ട്. എവിടെയാ, ബാംഗ്ലൂർ തന്നെ. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയ ബാംഗ്ലൂർ തന്നെ ഇവർക്കൊരു ടോട്ടലി ഡിജിറ്റലൈസ്ഡ് ബ്രാഞ്ച് ഉണ്ട്. ആ ടോട്ടലി ഡിജിറ്റലൈസ്ഡ് ബ്രാഞ്ചിന്റെ പേരാണ് ക്യാൻഡി. അവരുടെ ബ്രാഞ്ചിന്റെ പേര് ക്യാൻഡി. അതുപോലെ തന്നെ കാനറ ബാങ്കിന്റെ ആപ്പിന്റെ പേരും, കാനറ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിങ് പ്ലാറ്റ്ഫോം ആപ്പിന്റെ പേരും എന്താണ്, ക്യാൻഡി എന്ന് തന്നെ. സോ അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബ്രാഞ്ചിന്റെ പേരും ക്യാൻഡിയാണ്. കാനറ ബാങ്കിന്റെ എന്തിന്റെ പേരും, അവരുടെ ആപ്പിന്റെ പേരും, മൊബൈൽ ആപ്പിന്റെ പേരും എന്ത് തന്നെയാണ്, ക്യാൻഡിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് ആണ് ഇത് നമ്മുടെ കാനറ ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബാങ്ക് ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ബാങ്ക് ആണ് ഇത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 21st ഡിസംബർ 1911 21st ഡിസംബർ 1911 എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെന്റിൽ വന്ന ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ തന്നെയാണ്. ഇതും അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ആദ്യഘട്ട നാഷണലൈസേഷന് വിധേയമായ ബാങ്കാണ്. അതായത് ഒന്നാം ഘട്ട നാഷണലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നാഷണലൈസ് ചെയ്ത ബാങ്കുകളാണ് ഇതെല്ലാം. നമ്മൾ ഇതുവരെ പഠിച്ച ബാങ്കുകളെല്ലാം ഒന്നാം ഘട്ട നാഷണലൈസേഷനിൽ വന്ന ബാങ്കുകളാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ഇതിന്റെ ടാഗ് ലൈൻ സെൻട്രൽ ടു യു സിൻസ് 1911 ബിൽഡ് എ ബെറ്റർ ലൈഫ് അറൌണ്ട് അസ്. ശ്രദ്ധിക്കുക, ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് സെൻട്രൽ ടു യു സിൻസ് 1911 ബിൽഡ് എ ബെറ്റർ ലൈഫ് അറൌണ്ട് അസ് എന്ന് പറയുന്നത് എന്തിന്റെയാണ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻ ആണ്. എന്തിന്റെ ടാഗ് ലൈൻ ആണ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻ ആണ്. ദെൻ അടുത്ത ബ്രാഞ്ച് ആണ് ഇന്ത്യൻ ബാങ്ക്. അടുത്ത ബാങ്ക് ആണ് ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓഗസ്റ്റ് 1907 അതായത് 15th ഓഗസ്റ്റ് 1907 എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഇത് നാഷണലൈസ് ചെയ്യുന്നത് ഒന്നാം ഘട്ടത്തിലാണ്. 19th ജൂലൈ 1969 എന്തും നാഷണലൈസ് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ ബാങ്കും നാഷണലൈസ്. നമുക്കറിയാം ഇന്ത്യൻ ബാങ്കിന്റെയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചെന്നൈയാണ്. സോ ഇന്ത്യൻ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം ചെന്നൈയാണ്. ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് യുവർ ഓൺ ബാങ്ക് എന്നാണ്. നിങ്ങളുടെ ബാങ്ക്, യുവർ ഓൺ ബാങ്ക്, നിങ്ങളുടെ സ്വന്തം ബാങ്ക് എന്നാണ് എന്തിന്റെ ടാഗ് ലൈൻ, നമ്മുടെ ഇന്ത്യൻ ബാങ്കിന്റെ ടാഗ് ലൈൻ വരുന്നത്. സോ ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് രണ്ടും എന്താണ്, നമ്മുടെ
ചെന്നൈ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ ഇന്ത്യൻ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 15 ഓഗസ്റ്റ് 1907 ഒന്നാം ഘട്ടത്തിൽ നാഷണലൈസേഷന് വിധേയമാവുകയും ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് യുവർ ഓൺ ബാങ്ക് എന്നുമാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. നമുക്കറിയാം ഇന്ത്യൻ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും രണ്ട് ബാങ്കും എന്താണ്, നമ്മുടെ ചെന്നൈയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന രണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. സോ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 10 ഫെബ്രുവരി 1937 ഒന്നാം ഘട്ടത്തിൽ തന്നെ നാഷണലൈസേഷൻ നടക്കുന്നു. ചെന്നൈ ആണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇത്രയും ബേസിക്കലി നമുക്ക് അറിയാവുന്നതാണ്. ദെൻ ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത് യുവർ ടെക് ഫ്രണ്ട്ലി ബാങ്ക് എന്നൊക്കെയാണ് ഏതിന്റെ ടാഗ് ലൈൻ, നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ചെന്നൈ ഹെഡ്ക്വാർട്ടർ വരുന്ന ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ടാഗ് ലൈൻ. അതായത് ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത്, അതേപോലെ തന്നെ യുവർ ടെക് ഫ്രണ്ട്ലി ബാങ്ക്. ഇത് രണ്ടുമാണ് എന്തിന്റെ ടാഗ് ലൈൻ, നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നെക്സ്റ്റ് വൺ ആണ് ഇത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്, PNB ബാങ്ക് ആണ്. സോ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈസ് ദ ഫസ്റ്റ് സ്വദേശി ബാങ്ക് ഇൻ ഇന്ത്യ. ആദ്യമായിട്ട് ഇന്ത്യക്കാര് കൺട്രോൾ ചെയ്തതും ഇന്ത്യൻ ക്യാപിറ്റലിൽ പ്രവർത്തിച്ചതുമായിട്ടുള്ള ബാങ്കാണ് ഇത്, നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക്. സോ ഫസ്റ്റ് ഇന്ത്യൻ സ്വദേശി ബാങ്ക് എന്ന് ചോദിച്ചാൽ ഏത് ബാങ്കാണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 19 മെയ് 1897, അതായത് മെയ് 19, 1894 എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനിഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലാഹോർ ആയിരുന്നു. ശ്രദ്ധിക്കുക, നമുക്കറിയാം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും പഞ്ചാബ് സിന്ധ് ബാങ്കിന്റെയും ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. എന്നാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയായിരുന്നു, ലാഹോറിലായിരുന്നു. ആ ലാഹോറിൽ നിന്ന് രണ്ടാമതാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്, ന്യൂഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. നമുക്കറിയാം നിലവിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന എവിടെയാണ്, ന്യൂഡൽഹിയാണ്. ഈ ന്യൂഡൽഹിയിൽ വരുന്നതിന് മുമ്പിട്ട് ലാഹോർ ആയിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തായിരുന്നു, ലാഹോർ ആയിരുന്നു. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഗവൺമെന്റ് ഓൺഡ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക്. ഒന്നാമത്തെ ബാങ്ക് ഏതാണെന്ന് നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. രണ്ടാമത്തെ വലിയ ബാങ്കാണ് ഇത്, നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ എന്നതാണ് എന്തിന്റെ ടാഗ് ലൈൻ, നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ടാഗ് ലൈൻ. അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ബാങ്കാണ്. ആദ്യത്തെ സ്വദേശി ബാങ്കാണ്. ആദ്യത്തെ സ്വദേശി ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ കൺട്രോളിലും നമ്മളുടെ ക്യാപിറ്റലും, അതായത് ഇന്ത്യൻസിന്റെ ക്യാപിറ്റലും ഇന്ത്യൻസിന്റെ കൺട്രോളിലും വന്ന ആദ്യത്തെ ബാങ്കാണ്. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ലാഹോറും പിന്നീട് അത് ന്യൂഡൽഹിയിലോട്ടും ചേഞ്ച് ചെയ്തു. രാജ്യത്തെ രണ്ടാമത്തെ വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ്. മാത്രമല്ല ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ എന്നാണ് ഇതിന്റെ ടാഗ് ലൈനും വരുന്നത്. ഇനി അടുത്ത ബാങ്കാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അടുത്ത ബാങ്കാണ് ഇത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. നമുക്കറിയാം ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ന്യൂഡൽഹി തന്നെയാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. സോ ഇതിന്റെ പ്രത്യേകത, ഫൗണ്ടഡ് ഓൺ 24 ജൂൺ 1908, നാഷണലൈസേഷൻ നടന്നത് 15 ഏപ്രിൽ 1980. അതായത് രണ്ടാം ഘട്ട നാഷണലൈസേഷന്റെ ഭാഗമായ ബാങ്കാണ് ഇത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ആദ്യഘട്ടമല്ല, രണ്ടാം ഘട്ട നാഷണലൈസേഷന്റെ ഭാഗമായിരുന്നു. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഇതിന്റെ ടാഗ് ലൈൻ വേർ സർവീസ് ഈസ് ദ വേ ഓഫ് ലൈഫ്. വേർ സർവീസ് ഈസ് ദ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ആരുടെയാണ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ടാഗ് ലൈൻ ആണ്. വേർ സർവീസ് ഈസ് ദ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്കറിയാം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ന്യൂഡൽഹി തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബാങ്ക് ആണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ ലാസ്റ്റ് കോർപ്പറേഷൻ ബാങ്ക് ഒക്കെ ലയിച്ച ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ആ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് 1919 നവംബർ 11. ആദ്യ ഘട്ടത്തിൽ തന്നെ നാഷണലൈസേഷൻ സംഭവിച്ചാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, മുംബൈ ആണ്. ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത്. ശ്രദ്ധിക്കുക, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻ ആണ് ഇത്, ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്പാണ് വ്യോം ആപ്പ്, VYOM. വ്യോം ആപ്പ് എന്ന് പറയുന്നത് അവരുടെ മൊബൈൽ പ്ലാറ്റ്ഫോം ആപ്പാണ്. അതായത് നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊബൈൽ പ്ലാറ്റ്ഫോം ആപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, വ്യോം ആപ്പ് എന്ന് പറയുന്നത്. ദെൻ
നെക്സ്റ്റ് വൺ ആണ് യൂക്കോ ബാങ്ക്. നമുക്കറിയാം കൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള ബാങ്കാണ് ഇത് യൂക്കോ ബാങ്ക് എന്ന് പറയുന്നത്. യൂക്കോ ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എസ്റ്റാബ്ലിഷ് 1943 6 ജനുവരിയിലാണ്. നാഷണലൈസേഷൻ 1ാം ഘട്ടത്തിൽ നടന്നു. ആസ്ഥാനം കൊൽക്കത്തയാണ്. ഇതിന്റെ ടാഗ് ലൈൻ ഹോണേഴ്സ് യുവർ ട്രസ്റ്റ്. ഓണേഴ്സ് യുവർ ട്രസ്റ്റ് എന്നാണ് എന്തിന്റെ ടാഗ് ലൈൻ? യൂക്കോ ബാങ്കിന്റെ ടാഗ് ലൈൻ. നമുക്കറിയാം യൂക്കോ ബാങ്ക് എന്ന് പറയുന്നത് കൽക്കത്ത ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് ബാങ്കാണ്? ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. 1ാം ഘട്ട നാഷണലൈസേഷന് വിധേയമായ ബാങ്കാണ്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഓണേഴ്സ് യുവർ ട്രസ്റ്റ്. ട്രസ്റ്റ് എന്നാണ് എന്തിന്റെ ടാഗ് ലൈൻ? നമ്മുടെ യൂക്കോ ബാങ്കിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കും പബ്ലിക് സെക്ടറിലെ ഏറ്റവും വലിയ ബാങ്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ആൻസർ മാത്രമേ ഉള്ളൂ. ഏതാണ്? SBI അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ SBI വാസ് ഫോംഡ് ഓൺ 1 ജൂലൈ 1985. അതായത് SBI ആക്ട് പ്രകാരം, അതായത് SBI ആക്ട് വാസ് പാസ്ഡ് ഓൺ 8 മെയ് 1955. ആ ആക്ട് പ്രകാരം നിലവിൽ വന്ന ബാങ്കാണ് ഇത്. 1 ജൂലൈ 1955 നിലവിൽ വന്ന ബാങ്കാണ് ഇത് നമ്മുടെ SBI അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ബാങ്കാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 പ്രസിഡൻസി ബാങ്കുകൾ ചേർന്നുകൊണ്ടാണ് എന്തുണ്ടായത്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടായത്. ഇന്ത്യയിലെ 3 പ്രധാനപ്പെട്ട പ്രസിഡൻസി ബാങ്കുകൾ ചേർന്നുകൊണ്ട് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാവുന്നു. ആ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്ത് SBI ആക്ട് കൊണ്ടുവന്നുകൊണ്ട് ആ ബാങ്കിനെ എന്താക്കി റീനെയിം ചെയ്യുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലോട്ട് ആക്കി മാറ്റുന്നു. SBI ഫോം ചെയ്തത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ് SBI ഫോം ചെയ്ത്. സ്റ്റേറ്റ് ബാങ്ക് ഡേ എന്ന് പറയുന്നത് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഡേറ്റ് തന്നെയാണ് 1 ജൂലൈ. ശ്രദ്ധിക്കുക, 1 ജൂലൈ തന്നെയാണ് എന്ത് ഡേ എന്ന് പറയുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡേ, SBI ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ദിവസം ഏതാണ്? 1 ജൂലൈ ആണ്. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്ലോഗൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ലോഗൻസ് ആണ്: 1 ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, അതേപോലെ തന്നെ പ്യുവർ ബാങ്ക് ഇൻ നത്തിങ് എൽസ്, ദ നേഷൻ ബാങ്ക് ഓൺ അസ്, അതേപോലെ ദ ബാങ്ക് ഓഫ് ദ കോമൺ മാൻ വിത്ത് യു ഓൾ ദ വേ. ഇത് ഇത്രയും SBIയുടെ ടാഗ് ലൈൻ ആണ്. ഏതൊക്കെയാണ്? 1 ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, പ്യുവർ ബാങ്ക് ഇൻ നത്തിങ് എൽസ്, ബാങ്കർ ടു എവരി ഇന്ത്യൻ, പ്യുവർ ബാങ്ക് ഇൻ നത്തിങ് എൽസ്, ദ നേഷൻ ബാങ്ക് ഓൺ അസ്, ദ ബാങ്ക് ഓഫ് ദ കോമൺ മാൻ വിത്ത് യു ഓൾ ദ വേ. ഇത് ഇത്രയും, ഇത് 5ഉം എന്തിന്റെ ടാഗ് ലൈൻ ആണ്? SBIയുടെ ടാഗ് ലൈൻ ആണ്. ദെൻ SBIയുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കാണ്, രാജ്യത്തെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ്. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ ചെയ്ത് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI ആണ്. ദെൻ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഇൻ ചൈന. ചൈനയിൽ ആദ്യമായിട്ട് ബ്രാഞ്ച് തുടങ്ങിയ ബാങ്കാണ് ആരെന്ന് പറയുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു സ്റ്റാർട്ട് ബ്രാഞ്ച് ഇൻ ഇസ്രയേൽ. ചൈനയിൽ മാത്രമല്ല ഇസ്രയേൽ ആദ്യമായിട്ട് ബ്രാഞ്ച് തുടങ്ങിയത്. ഫസ്റ്റ് ബാങ്ക് സ്റ്റാർട്ടഡ് ഫാക്ടറിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫാക്ടറിംഗ് ബിസിനസ് തുടങ്ങിയത് നമുക്കറിയാം. ഫാക്ടറിംഗ് ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ബുക്ക് ഡെപ്റ്റിനെ ഏറ്റെടുക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടർ അഥവാ ഫാക്ടർ സർവീസ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ ഡെപ്റ്റേഴ്സ് അവർക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ ആ ഡെപ്റ്റേഴ്സിനെ ഏറ്റെടുക്കുക വെച്ചാൽ അവർ കൊടുത്ത ബിൽസ് റിസീവുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനെ, അക്കൗണ്ട് റിസീവുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനെ, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിംഗ്. അത് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ. ഇത്തരത്തിലൊരു ഫാക്ടർ സർവീസ് ആര് ചെയ്തിട്ടുണ്ട്? നമ്മുടെ SBI ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫാക്ടറിംഗ് ബിസിനസ് ചെയ്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതേപോലെ ദ ബാങ്ക് ഇൻ ഇന്ത്യ ഹാവിംഗ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാലും എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതേപോലെ ഇന്ത്യസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM വാസ് ലോഞ്ച്ഡ് ബൈ SBI. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ATM നമുക്കറിയാം. ഫ്ലോട്ടിംഗ് ATM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഒഴുകുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ, വലിയ വള്ളങ്ങളോ അല്ലെങ്കിൽ ജങ്കാറുകളോ അല്ലെങ്കിൽ ബോട്ടുകളോ ഒക്കെ ആവാം, അതിൽ ATM എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ് ATM. അതിനെ വിളിക്കുന്ന പേരാണ്
ഫ്ലോട്ടിംഗ് എ ടി എം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫ്ലോട്ടിംഗ് എ ടി എം നമ്മുടെ കാശ്മീരിലെ ധാൽ തടാകത്തിലാണ് ആദ്യമായിട്ട് ഫ്ലോട്ടിംഗ് എ ടി എം കൊണ്ടുവന്നേ. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളത്തെ വൈപ്പിനിലും എന്തുകൊണ്ട് ഒരു ജങ്കാറിലും ഈ ഒരു എ ടി എം ഇതുപോലത്തെ ഒരു എ ടി എം SBI എസ്റ്റാബ്ലിഷ് ഉണ്ട്. ആദ്യം വന്ന എവിടെയാണ്? ധാൽ തടാകത്തിലാണ്. ഇതൊക്കെയാണ് SBIയോട് ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ആദ്യമായിട്ട് കുറച്ച് കണ്ടന്റുകൾ കൊണ്ടുവന്ന ബാങ്കുകളാണ്. അതിലെ ഒന്നാമതായിട്ട് നമുക്ക് പറയേണ്ടത് ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മളത് പഠിച്ചതാണ്. നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതിന്റെ ആൻസർ. ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിൽ നമ്മൾ പഠിച്ചതാണ്, ലണ്ടനിലാണ്. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായിട്ട് ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ബാങ്ക് ഏതാണ്? നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതിന്റെ ആൻസർ. രണ്ടാമത്തെ ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക് ഇൻ ഇന്ത്യ, അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഇൻഡിജീനിയസ് ബാങ്ക്, അതായത് നമ്മുടെ സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ക്രെഡിറ്റ് കാർഡ് ഇൻ ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇത് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഇടയിലുള്ളത് മാത്രമാണ് പറയുന്നത്. ആദ്യമായിട്ട് രാജ്യത്ത് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്ന ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് രാജ്യത്ത് ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നത്. എന്നാൽ രാജ്യത്ത് ആദ്യമായിട്ട് ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്ന ബാങ്ക് എന്ന് പറയുന്നത് സിറ്റി ബാങ്ക് ആണ്. രാജ്യത്ത് ആദ്യമായിട്ട് ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്ന ബാങ്ക് സിറ്റി ബാങ്ക് ആണ്. എന്നാൽ അതൊരു നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. എന്നാൽ രാജ്യത്ത് ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്ന ബാങ്ക് എന്ന് പറയുന്നത് ഏത് ബാങ്കാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. Then the first bank get ISO സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് എന്ന് പറയുന്നത് ഏത് ബാങ്കാണ്? കാനറ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് ബാംഗ്ലൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഏത് ബാങ്കാണ്? കാനറ ബാങ്ക് ആണ്. Then first Indian bank to introduce merchant bank in India. ഇന്ത്യയിൽ ആദ്യമായിട്ട് മർച്ചന്റ് ബാങ്കിങ് തുടങ്ങിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ശ്രദ്ധിക്കുക, 1972 ബാങ്കിങ് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ട് 1972 ബാങ്കിങ് കമ്മീഷൻ റെക്കമെൻഡേഷന്റെ ഫലമായിട്ട് 1972-73 കാലഘട്ടങ്ങളിലാണ് SBI ഇന്ത്യയിൽ മർച്ചന്റ് ബാങ്കിങ് തുടങ്ങിയത്. ശ്രദ്ധിക്കുക, 1972-73 കാലഘട്ടങ്ങളിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മർച്ചന്റ് ബാങ്കിങ് തുടങ്ങിയത്. സോ 6 റെക്കമെൻഡേഷന്റെ ഫലമായിട്ട് 1972 ബാങ്കിങ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ഫലമായിട്ട് ഇന്ത്യയിൽ SBI ആണ് ആദ്യമായിട്ട് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത്? മർച്ചന്റ് ബാങ്കിങ്. മർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫിനാൻഷ്യൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് മർച്ചന്റ് ബാങ്കിങ്. അതായത് ഒരു ബാങ്കിന് ആവശ്യമായ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ്, അതായത് പോർട്ട്ഫോളിയോ അനലൈസിസ് ചെയ്ത് കൊടുക്കുക, ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ആവശ്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ബാങ്കിനെ വിളിക്കുന്ന, ബാങ്കിങ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് മർച്ചന്റ് ബാങ്കിങ്. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് മർച്ചന്റ് ബാങ്കിങ് ഫെസിലിറ്റി കൊടുത്ത ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതിന് റെക്കമെൻഡേഷൻ കൊടുത്ത കമ്മീഷൻ ബാങ്കിങ് കമ്മീഷൻ 1972 ആണ്. SBI ഇത് സ്റ്റാർട്ട് ചെയ്ത് 1972-73 സാമ്പത്തിക വർഷത്തിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? മർച്ചന്റ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് which has only owned and managed by Indians, അതായത് മൊത്തത്തിൽ ഇന്ത്യക്കാർ ഓൺ ചെയ്തിരിക്കുന്ന, ഇന്ത്യക്കാർ മാനേജ് ചെയ്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫസ്റ്റ് ബാങ്ക് എന്നല്ല, ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് വിച്ച് ഹോളി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രൽ ബാങ്ക് ആണ്. എന്നാൽ ആദ്യത്തെ ബാങ്ക്, ആദ്യത്തെ ഇൻഡിജീനിയസ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ച ആൻസർ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ദെൻ ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ടോട്ടലി കമ്പ്യൂട്ടറൈസ്ഡ് ബ്രാഞ്ച് എന്ന് പറയുന്ന ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ടോട്ടലി കമ്പ്യൂട്ടറൈസ്ഡ് ബ്രാഞ്ച്.